ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഇന്നത്തെ നമ്മുടെ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം അപ്പൂസ് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാണ് ഞാൻ തേണ്ട കാപ്പിയൊക്കെ കുടിച്ചിട്ട് നല്ല ഒരു പണിയാണ്. മിറ്റം അടിച്ച് 4 പുറവും തൂത്ത് തീയിടാൻ പോവാണ് കേട്ടോ. അന്നേരം 2 ദിവസമായി നമ്മൾ ബാക്ക് സൈഡൊക്കെ തൂത്തിട്ട്, അന്നേരം നമ്മളെ മാവൊക്കെ ബാക്കി നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വൃത്തിയാക്കിയ സമയത്ത് തീയിട്ട സമയത്ത് ആ മാവിൻ്റെ ഇലകൾ മുഴുവൻ കരിഞ്ഞു പോയി കേട്ടോ. അതെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെയാണ് നമ്മുടെ ഈ ബാക്ക് സൈഡ് തൂക്കുന്നത് കേട്ടോ. അതുപോലെ ഇലയാണ്. ഇത് കണ്ടോ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഇലകളുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്കിവിടെ മാവും പിന്നെ അതുപോലുള്ള മരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത്. ഇതൊക്കെ തൂത്ത് അന്നേരം തന്നെ നമ്മൾ തീ ഇട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ കോഴികളൊക്കെ നമുക്ക് പണി തരും കേട്ടോ. തൂത്ത് കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഉടനെ കോഴി ചകഞ്ഞ് അത് മുഴുവൻ വലിച്ച് അവിടെ കൊണ്ടിടും. അതുകൊണ്ട് ഞാൻ തൂക്കുന്ന സമയത്ത് തീയിട്ട് കളയും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബാക്ക് സൈഡാണിത്. അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു ജോലിയായിരുന്നു ഈ തൂത്തുവാരൽ. അത് കഴിഞ്ഞാണ് നമ്മൾ അരിയൊക്കെ ഇടുന്നത് കേട്ടോ. അന്നേരം രാവിലെ ചപ്പാത്തിയും കിഴങ്ങേറിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ടീനോപ്പം പോയിട്ടില്ല, അവന് എക്സാം ആണല്ലോ, അന്നേരം സ്റ്റഡി ലീവാണ്. ഞാൻ ചോറ് വെക്കാനായിട്ട് ഇന്ന് ബാക്കിൽ തന്നെ വന്നിരുന്നു. വെയിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവിടോട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് നമുക്ക് തൊണ്ടും ചിരട്ടയൊക്കെ ഉണ്ട് കത്തി തീരാൻ വേണ്ടി കേട്ടോ. നമ്മുടെ മഴക്കാലം വരുന്നതിന് മുന്നേ ഇതെല്ലാം തീർക്കണം. അന്നേരപ്പോഴത്തേന് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ടില്ല, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തുണികളെല്ലാം കഴുകാൻ വേണ്ടി ഒന്ന് മുക്കി വെക്കുകയാണ്. അന്നേരം കഴിഞ്ഞ ദിവസത്തെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ചേച്ചിയുടെ വീഡിയോ കാണുമ്പം ജോലി ചെയ്യാനുള്ള നല്ലൊരു ഇൻസ്പിറേഷനാണെന്നും പറഞ്ഞ്. അന്നേരം മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് ജോലി ചെയ്ത കേട്ടോ. അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരെല്ലാം ഇങ്ങനെ തന്നെയാണ്. എല്ലാ ജോലികളും ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ചെയ്യും. ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അല്ലേ? കാരണം നമ്മൾ ഈ മിറ്റമൊക്കെ തൂക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉണക്ക് സമയമായതുകൊണ്ട് ഒരുപാട് ഇലകളാണ് ആണില്ലേ. അന്നേരം നാട്ടിൻപുറത്തെ എല്ലാ വീട്ടമ്മമാരുടെയും ജോലികളാണ് ഇതൊക്കെ. അന്നേരം സാധാരണക്കാരായ ആൾക്കാരുടെ ജോലികളൊക്കെ കാണാനും അതൊക്കെ കണ്ടിരിക്കാനും ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അല്ലേ? അതങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ കേട്ടോ. അന്നേരം നിങ്ങളൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇപ്പം നല്ല വെയിലാണല്ലോ, എപ്പോൾ അലക്കി ഇട്ടാലും ഉണങ്ങി കിട്ടും. എന്നാലും നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് രാവിലെ തന്നെ തുണിയൊക്കെ കഴുകി അകത്ത് കയറണം അല്ലേ? അങ്ങനെ നമ്മുടെ കോഴികളാണ് കേട്ടോ. ഒരു കോഴി മുട്ടയിടാനിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു. ഞാൻ മീനൊക്കെ വാങ്ങിച്ച് വെച്ചു. എന്നും നമുക്ക് മത്തിയും അയലയും കിളിമീനും ഒക്കെ തന്നെയാണ്. എന്നാലും വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് കറി വേണ്ടേ. അന്നേരം ഞാൻ ചെറിയ മത്തിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അരി ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാറായി വന്നപ്പോഴത്തേന് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയൊക്കെ ഇതൊക്കെ വെന്ത് വന്നാൽ മതി. നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അന്നേരം തീയൊക്കെ അവിടെ തൊണ്ടൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്.
ആ ചാക്കിനകത്തൊക്കെ നമ്മുടെ തൊണ്ടും ചിരട്ടയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അന്നേരം തൊണ്ടൊക്കെ പുറത്തിങ്ങനെ അടുപ്പേ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പുകഞ്ഞ് കത്തിക്കോളുമല്ലോ. അന്നേരം നല്ല മുഴുത്ത മത്തിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ ഓർത്തു ഈ മത്തി കറി വയ്ക്കാമെന്ന്, പിന്നെ ഞാൻ ഓർത്ത് പറ്റിക്കാമെന്ന് കേട്ടോ. അന്നേരം മത്തി പറ്റിച്ചത് കണ്ട് നിങ്ങളും അടുത്ത് കാണും. എന്നാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കുന്ന അതെന്താണോ അതാണ് കാണിക്കുന്നത് അല്ലേ. അന്നേരം ഞാൻ ഇന്ന് മത്തി പറ്റിക്കാനാണ് പോകുന്നത് കേട്ടോ. അന്നേരം ആ മത്തി വെട്ടാൻ വേണ്ടി പോയി സ്റ്റൂളൊക്കെ ഇട്ട് വെളിയിൽ പോയിരുന്ന് വെട്ടുകയാണ്. അന്നേരം നമ്മുടെ പൂച്ചകളും കോഴികളും ഒക്കെ ഇങ്ങനെ വരും, കാക്കയൊക്കെ വരും കേട്ടോ മത്തി നമ്മൾ മീൻ വെട്ടുന്ന സമയത്ത്. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം ടിനോപ്പം വന്ന് ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു തരുവാണ്. നമ്മുടെ കിളികളൊക്കെ ഒരു സൗകര്യവും തരത്തില്ല വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കേട്ടോ. കുറേ കിളിക്കുഞ്ഞുങ്ങളും കിളികളും ഒക്കെ ഈ സമയത്ത് ഇവിടെ കാണും. നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ കലവില സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലേ. സമയത്ത് നമ്മുടെ കോഴിയുടെ മുട്ട ഇട്ടിട്ടുണ്ട്, അതിൻ്റെ എല്ലാം കൂടെ സൗണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മത്തിയൊക്കെ വെട്ടാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഈ മത്തിയുടെ തല എടുക്കാറില്ല കേട്ടോ. ചിലരിങ്ങനെ തല എടുക്കും, ഞാൻ തല എടുക്കത്തില്ല മത്തിയുടെ. അങ്ങനെ മത്തിയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് കുറച്ച് മത്തി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ച് മത്തി പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം മത്തി പറ്റിച്ചത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഓർത്തു പറ്റിക്കാം. പിന്നെ നമുക്കൊരു മാങ്ങ ചമ്മന്തി അരയ്ക്കണം കേട്ടോ. ഒരു പച്ചമാങ്ങ വെച്ച് ഒരു ചമ്മന്തി അരയ്ക്കണം, ഒരു കിഴങ്ങും മെഴുക്കുവരട്ടിയും വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ മീൻ പറ്റിക്കാനായിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയല്ല ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലവണ്ണം ഞെരടിയെടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മീനോട് ഇട്ടിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പയിലോട്ട് വെക്കുകയാണ് കേട്ടോ. അന്നേരം പുറത്തെ അടുപ്പിൽ നമ്മുടെ ചോറ് വെക്കാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അന്നേരം ഈ അടുപ്പിൽ ഞാൻ മീൻ പറ്റിച്ച് കഴിയുമ്പം വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുടിക്കാനുള്ള വെള്ളം കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ബാക്കി നല്ല വെയിൽ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അവിടെ പോയി ഇരുന്ന് കത്തിക്കാനൊന്നും പറ്റത്തില്ല. ചോറ് വെന്ത് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻ പറ്റിക്കാനായിട്ട് ഞാൻ തൻ്റെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പുളി ഇട്ടാണ് പറ്റിക്കുന്നത് കേട്ടോ. ഇന്ന് മാങ്ങ ഇട്ടല്ല പറ്റിക്കുന്നത്, അത് കഴിഞ്ഞാണ് ഞാൻ മാങ്ങ പറിച്ചത് ചമ്മന്തിക്ക് വേണ്ടി കേട്ടോ. ബാക്കിൽ കുറച്ച് മാങ്ങ കിടപ്പുണ്ടായിരുന്നു, ഞാൻ പറ്റിച്ച് കഴിഞ്ഞാണ് മാങ്ങാ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നേരത്തെ മാങ്ങ പറിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ മീൻ പറ്റിക്കുന്നതിനകത്തൂടെ ഇടായിരുന്നു. അങ്ങനെ നമ്മുടെ മീൻ പറ്റിക്കാനുള്ള സംഭവമൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീനൊക്കെ പറ്റിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ച് തീയൊക്കെ കത്തിച്ച് കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ അതിലേ കൂടെ എന്നും ഒരു ഐസുകാരൻ വരും കേട്ടോ. അന്നേരം ഭയങ്കര ചൂടല്ലേ, ഇത് കാണുമ്പോഴത്തേനും മക്കൾക്കൊക്കെ ഈ ഐസ് വേണം. അന്നേരം ടിനോപ്പൻ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ 2 മേടിച്ചതാണ് കേട്ടോ. അതുകൂടെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മുടെ മീനൊക്കെ പറ്റി വന്നിട്ടുണ്ട്. മീൻ വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ. അതിന് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഉള്ളി ഇഞ്ചി മാങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ തേങ്ങായും ഒക്കെ എടുത്തിട്ടുണ്ട്. കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ആ കിഴങ്ങ് മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട്. ഇവിടെ ടിനോപ്പന് വേണ്ടിയാണ് ഈ കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചിരിക്കുന്നത്. അതിന് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചമ്മന്തിയാണ്, മാങ്ങാ ചമ്മന്തി. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ടാറ്റാ.